ഉണ്ട്. ഇവിടെ ഓഫറുണ്ട്, അങ്ങനെ നമ്മൾ മൂഞ്ചത്തില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസം വീഡിയോ ചെയ്തിട്ട് ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗാണ്. നമുക്കൊരു കണ്ടിന്യൂറ്റി ഇല്ല എന്ന് ഞാൻ എപ്പോഴും പറയും. അത് ഉള്ള കാര്യമാണ്. കാരണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി സമയമില്ല. രണ്ടാമത്തെ കാര്യം ജസ്റ്റ് വ്യൂസിനോ അല്ലെന്നുണ്ടെങ്കിൽ പൈസയ്ക്ക് വേണ്ടി നമ്മൾ വെറുതെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ ബ്ലഫ് ചെയ്തിടുന്ന ആ കാര്യം എനിക്ക് ഇഷ്ടമില്ല. സോ അതൊക്കെ കാരണമാണ് പിന്നെ നമ്മൾ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാത്ത. സോ അത് കാരണം ഇതെല്ലാം നമുക്ക് ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ക്രിസ്മസിൻ്റെയും ബോക്സിംഗ് ഡേയുടെ ഒക്കെ ഓഫറായ കാരണം ഒരുപാട് വില കുറഞ്ഞ് നമുക്ക് പച്ചക്കറിയും മറ്റേ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. 8 പെൻസിനും 9 പെൻസിനും 10 പെൻസിനും ഒക്കെ. അതിപ്പം ലൈക്ക് എല്ലാ വർഷവും ഉള്ളായിരുന്നു. ഞാൻ കോവിൻ്ററിലൊക്കെ താമസിച്ചിട്ടിരുന്ന സമയത്ത് ഞങ്ങൾ പോയിട്ടില്ല. പക്ഷേ കാരണം ഓൾറെഡി ഞങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ഈ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും വീഡിയോ ഏതായാലും നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് എന്താണ് എങ്ങനെയാണ് ലൈക്ക് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങളെ ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. കാരണം നമുക്ക് നാട്ടിൽ കിട്ടുന്ന ആ ഒരു വിലയ്ക്ക് ഇവിടെ കിട്ടുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലേ അത് ഇത്തിരി അത്ഭുതമായുള്ള കാര്യമാണ്, അത് UK-ൽ. സോ ഏതായാലും പുതിയ കാർ വാങ്ങിച്ചായിരുന്നു. ടോണിക് എന്ന് പറയുന്നൊരു കാറാണ്. അതിൻ്റെ കാണാമെന്ന് വിചാരിക്കുന്നു. കുട്ടപ്പൻ കൊള്ളാം, പുത്തൻ വണ്ടിയ, സിംഗിൾ ഓണർ. സോ ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം. ഏതായാലും നമുക്ക് വീഡിയോ വലിച്ച് നീട്ടാതെ നമുക്ക് ഏതായാലും ഇവിടെ ഇറങ്ങാൻ വേണ്ടി നോക്കാം. കാരണം രാവിലെ മൺഡേ ടു ഫ്രൈഡേ ഇപ്പോൾ ഏതായാലും നമ്മൾ ജോലിക്ക് പോകുന്ന കാരണം ആ ഒരു ശീലമായിപ്പോയി. കാരണം കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. എപ്പോൾ രാവിലെ ഒരു 7-7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ അങ്ങ് എണീക്കുക. എന്നാന്നറിയത്തില്ല. പിന്നെ അങ്ങോട്ട് ഉറക്കം വരത്തില്ല. പിന്നെ ഞാൻ ഓർത്ത് ഏതായാലും ആ സമയത്ത് എണീറ്റ കാരണം ആ സമയം യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതുകൂടാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന NHS-ൽ നമുക്ക് കുറേ വൈനും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു. വൈനും കേക്കും കുറേ മുട്ടകളും കാര്യങ്ങളൊക്കെ തന്നായിരുന്നു നമ്മുടെ കോവർക്കേഴ്സ്. സോ ഞാൻ ഉദ്ദേശിച്ചു അവർക്ക് ഇനി എന്നെ കൊടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. കാരണം ഇവിടെ ഇപ്പോൾ ഏത് കടയിൽ പോയെന്ന് പറഞ്ഞാലും എല്ലാ സെയിം സാധനങ്ങളും ഇവിടെ കിട്ടുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഏതെങ്കിലും കടയിൽ പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും വ്യത്യസ്തമായ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷേ UK-ൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ B&M, ആൽഡിയും, ലിഡിലും പിന്നെ അങ്ങനത്തെ കുറച്ച് വിരലെണ്ണം പറ്റുന്ന അത്രയും മാത്രം കടകളേ ഉള്ളൂ. സോ എന്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും ആൾക്കാർ അവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവും ഇത് എവിടെ നിന്നാണ്. പക്ഷേ എന്തായാലും നമ്മൾ എന്തെങ്കിലും കൊടുത്തന്നല്ലോ. സോ ഏതായാലും ഞാൻ വിചാരിച്ചു വൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവർ ഹാപ്പി ആയിക്കോട്ടെ, നമുക്കൊരു സന്തോഷം കൊടുത്തെന്നാവുമല്ലോ. സോ ഏതായാലും അതും കൂടെ നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എവിടെയെങ്കിലും ചീപ്പായിട്ട് വൈൻ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി. സോ ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ജേർണി. ഏതായാലും നമുക്ക് ഇവിടുന്ന് പോവുകയാണ് നമ്മൾ. നിങ്ങൾക്ക് ചെറുതായിട്ടൊരു മഴയും കാര്യങ്ങളും പെയ്യുന്നുണ്ട്. ഏതായാലും കുഴപ്പമില്ല, വലിയ മഴയൊന്നുമില്ല. ഏതായാലും നമുക്ക് വിട്ടേക്കാം. അങ്ങനെ മോറിസണിലെത്തി വണ്ടി നോക്കി നമ്മൾ ഇവിടെ ഇറങ്ങണം. ഇതിൻ്റെ ഇപ്പം മെയിൻ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നമ്മൾ നല്ല രീതിയിൽ മൂഞ്ചാൻ വേണ്ടി പോകും. കാരണം എന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്നു അന്നൊക്കെ മ്യൂഞ്ചൽ മാക്സിമേ പറ്റിയിട്ടുള്ളൂ. സോ ഏതായാലും ശ്രമിച്ചു നോക്കാം. കിട്ടിയാൽ കിട്ടി, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കടയിൽ പോകുന്നതായിരിക്കും. നിങ്ങളെ ഇന്ന് 8 പെൻസിൻ്റെ സാധനങ്ങൾ കാണിച്ചിരിക്കും. ഇത് സത്യമോ അതല്ലേ എൻട്രൻസ് എല്ലാവർക്കും അറിയാം. കാണാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്. ഒരു ബാസ്ക്കറ്റ് ഏതായാലും എടുത്തേക്കാം. മലയാളം പറഞ്ഞു. ഓഫർ ഇല്ലെന്ന് പറയരുത്, ഇഷ്ടംപോലെ ഓഫർ ഉണ്ട്. കണ്ടോ പ്രിങ്കിൾസ് ഒക്കെ 1.5 പൗണ്ടിന് എത്ര പ്രിങ്കിൾസ്? ഓക്കെ, 1.5 പൗണ്ടിന് സാധനമുണ്ട് പ്രിങ്കിൾസ്. പിന്നെ അത് ഡോറിറ്റോസും കാര്യങ്ങളൊക്കെ ഇതുണ്ടോ. നാട്ടിൽ വല്ലതും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയും മേടിക്കാൻ വേണ്ടി പറ്റിയ സമയമാണ്. പക്ഷേ ഇതിന് 50 പെൻസിൻ്റെ ഒരു ഡിഫറൻസേ ഉള്ളൂ, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷെ എന്നാലും 50 പെൻസ് എന്ന് പറഞ്ഞാലും നമ്മൾ കണക്കൂട്ടി നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട്. ഫെറേറോ റോച്ചറിൻ്റെ ട്രയാങ്കുലർ വേർഷനൊക്കെയാണ്. ഗൈൽ എന്നൊന്നും കേട്ടിട്ട് പോലുമില്ല. സോ അങ്ങനത്തെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അകത്തോട്ട് പോയി നോക്കാം വേറെ എന്തൊക്കെ ഓഫേഴ്സ് ആകുന്നു. സംഭാഗിനി ഇവിടെ നിന്നാണ് നമ്മൾ മീൻ വാങ്ങിക്കുന്നത്. ഹോൾ സാൽമൺ ഇതുണ്ടോ, ഇത് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. 7.5 പൗണ്ടേ ഉള്ളൂ ഇത്.
മത്തി കിടക്കുന്നുണ്ടോ? ഇത് രാവിലെ വരുവാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് കിട്ടും. 5 പൗണ്ടേ ഉള്ളൂ കിലോ. നമ്മളവിടെ വാങ്ങിക്കുന്നത് 13 പൗണ്ടിനാണ് 1 കിലോ. സീബാസ് കറി വെക്കാൻ പറ്റിയ മീനായത്. സീ ക്രീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, വേറെ UK ഉള്ളവർക്ക്. കറി വെക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളി മീനായത്. ഇവിടെ ഉരുളക്കിഴങ്ങിന് വില കൂടുതലാണ്, 1.15. പക്ഷേ മറ്റേ ആഡിലും ലിഡിലും ഒക്കെ ഉരുളക്കിഴങ്ങിന് വിലക്കുറവാണ് പറഞ്ഞേക്കുന്നത്. ഐ മീൻ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു അവിടെ കലീക്സ് ചെയ്തിരിക്കുന്നത്, അവിടെയൊക്കെ വിലക്കുറവാണെന്നാണ് കണ്ടത്. പക്ഷേ ഇവിടെ വേറെ ഒരു സാധനം കണ്ടു ഞാൻ, ഫ്രീ ക്യാരറ്റ്സ് ഫോർ റെഡോൾ. എന്നാ സംഭവം എനിക്കറിയത്തില്ല, വല്ല റാബിറ്റിന് വല്ലതും കൊടുക്കാൻ വേണ്ടിയാണോ എന്നാ സംഭവം എന്നറിയത്തില്ല. ഇനി അത് പറക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കായിരിക്കും വെറുതെ പേര് പോകുന്നത്, എന്നത്തിൻ്റെ വെറുതെ. സോ ഏതായാലും നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമ്മൾ വന്നത് മീൻ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു, പക്ഷേ ഇവിടെ മീനും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഏതായാലും ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അതും 750 kg എന്നാണ് ഇരിക്കുന്നത്. സോ അത് തൂക്കി വരുമ്പോഴത്തേക്ക് മിക്കവാറും നല്ലൊരു പ്രൈസ് ആവും. പിന്നെ ബാക്കിയുള്ളതെല്ലാം മോറിസണിൽ സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വിലയാണ്. ഞാൻ ഇവിടെ വന്നത് മെയിൻലി മീൻ നോക്കാൻ വേണ്ടിയായിരുന്നു. ഏതായാലും വലിയ വ്യത്യാസമൊന്നുമില്ല ഇവിടെ. നമുക്ക് ജസ്റ്റ് കുറച്ച് വൈൻ്റെ സെക്ഷനിലേക്ക് പോകാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ കലീഗ്സിന് കുറച്ച് വൈൻ വാങ്ങണമായിരുന്നു. സോ അങ്ങനെയാണ്. അത് ഈ വൈനായിരുന്നു എനിക്ക് കിട്ടിയത്. സാധനമാണ് നമുക്ക് അവിടെ കിട്ടിയത്. അതിനൊക്കെ അത്യാവശ്യം ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 3 എണ്ണം 18 പൗണ്ടിന്. എനിക്കറിയത്തില്ല, ഞാൻ 1-2 പ്രാവശ്യം വേണ്ടി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളൂ. സോ എനിക്കറിയത്തില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ. ഇതിനൊക്കെ 5 പൗണ്ടേ ഉള്ളൂ. ഇതുണ്ടോ മ്യൂൾഡ് വൈൻ, ഇത് മധുരമുള്ളതാണോ നോക്കട്ടെ, കുഴിയുണ്ടോ നോക്കട്ടെ. ഇല്ല, കുഴിയില്ല, മധുരമില്ലാത്ത. നിങ്ങൾക്ക് ടിപ്പ് അറിയാമെന്ന് അറിയത്തില്ല, കാരണം എനിക്കറിയത്തില്ല UK ആരുണ്ട്, UK വേറെ എവിടെയോ മീൻസ് ലൈക്ക് പുറത്ത് പഠിക്കാൻ വേണ്ടി വന്നോ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നോ ആരോണ്ട് ചെയ്ത വീഡിയോ. അതിൻ്റെ മറ്റേ കുപ്പിയുടെ താഴെ അത് ഇതുണ്ടോ, ഇതിന് ചെറുതായിട്ടൊരു കേട്ടില്ലേ. സോ ഈ ഒരു കുഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വൈന് മധുരം ഉണ്ടെന്നാണ് പുള്ളിക്കാരി പുള്ളിക്കാരി വീഡിയോ പറഞ്ഞത്. സോ ഏതായാലും നമുക്ക് കുഴിയുള്ള വൈൻ നോക്കാം. കാരണം ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നല്ല ഇതിന് കുഴിയുണ്ടോ, അത്യാവശ്യം ഇതുണ്ടോ, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതുണ്ടോ, അത്യാവശ്യം നല്ല കുഴിയുള്ളതാണ്. വൈൻ്റെ ഒരു സെക്ഷൻ കണ്ടില്ല. കേരളത്തിലുള്ളവരെ കാണും. കേരള ബിവറേജിലുണ്ടോ ഇത്ര സെക്ഷൻ? കാണാം ഉണ്ടോ? UK വരുന്ന അങ്ങനെ ഒരു ഗുണമുണ്ട്. പല ബ്രാൻഡിലെ മദ്യം അടിക്കും. പക്ഷെ മദ്യം അടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വരണ്ട, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ വന്നാൽ മതി. സോ ഇതെല്ലാം നമുക്ക് നോക്കാം ഏതാ നമുക്ക് എടുക്കേണ്ടതെന്ന്. നല്ല ഒരെണ്ണം കൊടുക്കണം, കാരണം എൻ്റെ ബോസിന് കൊടുക്കാൻ വേണ്ടിയാണ്. ഞാൻ സത്യമായിട്ട് ഒരു വൈൻ കണ്ടിട്ടേ അതിൻ്റെ കുഴിയൊക്കെ നോക്കി ഇങ്ങനെ മീൻസ് ലൈക്ക് ഞാൻ പേര് നോക്കുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ ഇപ്പം നമ്മൾ ഈ സ്വീറ്റ് വൈൻ എടുക്കേണ്ട കാര്യമേ, കാരണം നമ്മൾ ഈ താഴത്തെ മറ്റേ ഈ സംഭവമായിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ടു, കാരണം അത്യാവശ്യം ഇതിനകത്ത് കണ്ടതിൽ ഏറ്റവും കൂടുതൽ ആഴമുള്ള കുഴിയുള്ള ഈ സാധനത്തിനായിരുന്നു. പക്ഷേ ഇതിൻ്റെ പേര് കണ്ടിട്ട് എനിക്ക് എടുക്കാൻ വേണ്ടി തോന്നുന്നില്ല, കാരണം അതിൻ്റെ പേരെന്ന് പറയുകയാണെങ്കിൽ ഇതുണ്ടോ പേര് ഞാൻ എങ്ങനെ കൊടുക്കുന്നത്. ഇയാളുടെ പേര് വൈനൊക്കെ ഉണ്ടോ? ഇയാളുടെ പേര് കഞ്ചാവല്ലോ. അതൊന്നും മേടിക്കാൻ ഇറങ്ങുന്ന മോശമല്ല. അത് കാരണം ഞാനിപ്പോൾ ഏതായാലും ഒരെണ്ണം എടുത്തു എൻ്റെ മാനേജറിന് വേണ്ടി. ഈ ഒരെണ്ണം ചിലിയിൽ ഇത് ഒറിജിൻ ചെയ്യുന്ന വൈനാണ്, സ്വീറ്റ് വൈനാണ്. ഏതായാലും പുള്ളിക്കാരിക്ക് വേണ്ടി മാത്രം ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ബാക്കി ഇനി ഞാൻ അടുത്ത കടയിൽ നോക്കി പോയി കമ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. സോ ഏതായാലും നമുക്ക് ഇവിടുന്ന് ഏതായാലും ഇറങ്ങാം. ഓപ്പണ കട പോകാം. നമുക്ക് ഏതായാലും ഇവിടെ ചെയ്യാം. എൻ്റെ കയ്യിൽ മോർ കാർഡ് ഇല്ലായിരുന്നു, മോറിസൺസിൻ്റെ. ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്തത്. കൊണ്ട് കാണിക്കുന്നത് നമുക്ക് ഏതായാലും മോർ കാർഡ് സ്കാൻ ചെയ്യാം. കാരണം അപ്ലോഡ് കാണും. ഇനി ഒരു 2-3 പ്രാവശ്യം നോക്കും. കണ്ടിട്ട് പ്രായം കുറവായ കാരണമായി എനിക്ക് സമയം എടുത്തു. മോർ
ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ജാക്കറ്റ് എടുത്തില്ല, വണ്ടിയിലായ കാരണം പോകാൻ വേഗം. ചെറുതായിട്ട് മഴ ആറുന്നുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിലെ ക്ലൈമറ്റ് എപ്പോഴും ഇങ്ങനെയാണ്. കാരണം മഴ ഇല്ലേലും മഴ വരും, തോന്നുന്ന പോലെ ക്ലൈമറ്റ് കാണിക്കുന്ന പറഞ്ഞു. ഇതിനകത്ത് വരുന്ന വേറെ പറഞ്ഞു തുറക്കുക. ഇനി കുപ്പിയും ഉണ്ട്, നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ടി വരും. ഈ സാധനം എടുത്ത് ഇനി സൂക്ഷിച്ച് വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോയാൽ തീർന്നു. പക്ഷേ ഏതായാലും നമ്മൾ വണ്ടി കയറി. ഇവിടെ ഇനി വേറെ കടകളൊന്നുമില്ല. ഇവിടെ മോറിസണും B&Q സ്പോർട്സ് ഡയറക്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. നമുക്കിനി ഏതായാലും ആൽഡിയിലേക്ക് പോകാം. ആൽഡി, ലിഡിൽ ആ സൈഡൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തേക്ക് പോകാം. അവിടെ നമുക്ക് നോക്കാം. അവിടെ മിക്കവാറും പച്ചക്കറിക്കൊക്കെ വിലക്കുറവായിരിക്കും. സോ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം. ഓക്കെ, സെറ്റ്. കണ്ടൊരു കാഴ്ചൻ്റെ അമ്മച്ചി വണ്ടി കണ്ടോ? എന്നാ രസം അറിയാം. എൻ്റെ ടയറിൻ്റെ വലിപ്പം കണ്ടോ? നോക്കട്ടെ പുറത്തിറങ്ങി കാണിക്കാൻ പറ്റുമെന്ന്. ആൽഡിയിലെത്തിയപ്പോഴത്തേക്കും കണ്ട ആദ്യത്തെ കാഴ്ച എൻ്റെ അമ്മച്ചി വണ്ടി കണ്ടോ? എൻ്റെ പൊന്നെ കണ്ടോ? എൻ്റെ അത്ര നീളമുണ്ട് ഇതിന്. എൻ്റെ ഇതിനെക്കാട്ടിലും നീളമുണ്ട് നീളം കണ്ടോ എൻ്റെ മോനെ? ഉണ്ടോ? അത് പട്ടിയൊക്കെ ഉണ്ടോ? പട്ടിയൊക്കെ ഉണ്ടോ? സോറി, വണ്ടി ഏതായാലും കഴിച്ച് നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ വല്ല ഓഫർ ഉണ്ടോ നോക്കാം. നമുക്ക് ഇവിടെ വല്ല ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പോക്കാം. ലെറ്റ്സ് ഗോ. ഉണ്ട്, ഇവിടെ ഓഫറുണ്ട്. അങ്ങനെ നമ്മൾ മൂഞ്ചത്തില്ല. ഇതുണ്ടോ? ക്യാബേജ്, ബ്രോക്കലി, ബ്രസൽസ്, ക്യാരറ്റിനൊക്കെ 8 പെൻസേ ഉള്ളൂ 1 കിലോയ്ക്ക്. ഇതായിരുന്നു ഞാൻ പറഞ്ഞത്. 2 കിലോ വൈറ്റ് പൊട്ടറ്റോ, 2 കിലോ ഹിന്ദി വൈറ്റ് പൊട്ടറ്റോ. പിന്നെണ്ടോ ഈ സാധനത്തിന് 8 പെൻസേ ഉള്ളൂ ഇവിടെ ആൽഡിയിൽ. സോ ഗൈസ്, നിങ്ങൾക്ക് ഏതായാലും എടുത്തേക്കാം. ഇത് വെച്ച് നല്ല സ്റ്റൂ ഉണ്ടാക്കാം. നമ്മൾ മലയാളികൾ പിന്നെ വില കുറഞ്ഞ എന്ത് കണ്ടാലും ഇവിടത്തില്ലല്ലോ. ക്യാരറ്റ് വീട്ടിലുണ്ടെന്ന് തോന്നുന്നു, എന്നാലും എടുക്കും. ബ്രോക്കലി എടുക്കും. ബ്രോക്കലിയുടെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും, ബ്രോക്കലി മറ്റേ മുട്ട ഇട്ട് തോരൻ വെക്കാൻ വേണ്ടി അടിപൊളിയാണ്. ഞാൻ എൻ്റെ റെസിപ്പി ഞാൻ എപ്പോഴേലും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. പക്ഷേ കിണ്ണം കാച്ചി സാധനമാണ്. അത് നിങ്ങൾ ഒരു പ്രാവശ്യം വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. കാരണം ഞാൻ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്ത് തരാം. അടിപൊളി സാധനം. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും. ഞാൻ അത് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഫ്രൂട്ട്സിനും വലിയ ഇതൊന്നുമില്ല. ഫ്രൂട്ട്സിനും ഓഫറൊന്നുമില്ല. ലൈക്ക് ഒരു നോർമൽ പ്രൈസ് തന്നെ ഇട്ടേക്കുന്നത്. ആകെപ്പാടെയുള്ള എനിക്ക് തോന്നുന്നു അത്രേ ഓഫറുള്ളതെന്ന് തോന്നുന്നു. ഇനി നോക്കാം വേറെ എന്നൊക്കെ ഓഫറുള്ളതാണ്. ഇവിടെ ഞാൻ സാൽമണിൻ്റെ പ്രൈസ് ഉണ്ട്. സാൽമണിൻ്റെ പ്രൈസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 11 പൗണ്ട ഒരു സ്ട്രിപ്പിന്. ലൈക്ക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ഭാഗത്തിന്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോറിസണിൽ കണ്ട 7.5 പൗണ്ട് പെർ കിലോ അതാണ് കുറച്ചുകൂടെ ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഇത് ചുമ്മാ ഒന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം കാണിച്ചു തരാം. സാൽമൺ എന്ന് പറയുന്നത് ഈ സാധനത്തിന് 11 പൗണ്ട്, അത് ഓഫറിൽ. ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരുന്നു സ്ട്രിപ്പ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച സാധനം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറിയാണ്. ബ്രോക്കലിയും പൊട്ടിട്ടോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. തിരക്ക് അവിടെ വിലക്കുറഞ്ഞ് കണ്ടപ്പോഴത്തേക്ക് വിലക്കുറവായ കാരണം വെള്ളപ്പാറ്റകളെല്ലാം ഇറങ്ങി. ഏതായാലും അടുത്ത സെക്ഷനിലേക്ക് ഇവിടെ വൈന് വല്ല ഓഫറുണ്ടോ നോക്കട്ടെ. ഇവിടുത്തെ വൈൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണെന്നറിയത്തില്ല, ഈ സെക്ഷൻ വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉള്ളൊരു വലിവ്. എന്നാ സംഭവം എന്നറിയാം. പരീക്ഷ എഴുതാൻ പോലും ഇത്രയും കോൺസെൻട്രേഷൻ വേണം. നിൽപ്പുണ്ടല്ലേ, എല്ലാം കിട്ടിയോ? അതുമില്ല. എന്തായാലും ഇറങ്ങിയല്ലേ ഇനി ആ വൈൻ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകത്തുള്ളെന്ന് ആ ഒരു ഷഡ്യം പിടിച്ച് നമ്മളിപ്പോൾ ഇവിടുന്ന് ബില്ല് ചെയ്ത് നമുക്ക് അടുത്ത കടയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സോ ഏതായാലും ഈ ബില്ല് ചെയ്യുന്ന തിരക്കിലാണ് ഞാനിപ്പം. അടുത്ത കടയ്ക്ക് ഒരു സ്റ്റോറി ഉണ്ട്. അടുത്ത കടയുടെ സ്റ്റോറി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എപ്പോൾ പോയാലും ആരെങ്കിലുമൊക്കെ കാണും. ഈ പ്രാവശ്യം നമ്മൾ ആരെങ്കിലും കാണുമോ എന്ന് നോക്കാം. നമ്മുടെ ലക്ക് ഇത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. സോ ഏതായാലും നമുക്ക് അടുത്ത കടയിലേക്ക് പോകാം. അടുത്ത ഡെസ്റ്റിനേഷൻ ലിഡിൽ. ലിഡിൽ എന്നൊക്കെ ഉള്ളതെന്ന് നോക്കാം. ആൽക്കോഹോൾ കേക്ക് കിട്ടി നമുക്ക്. ഏതായാലും ഇതുണ്ടോ, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തു ഓഫ് വീഡിയോയിൽ.
ഇതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലിഡിൽ ലക്ഷറി റിച്ച് കേക്ക് വിത്ത് ബ്രാൻഡിയാണ്. അത് ബ്രാൻഡി ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് ആൽക്കോഹോൾ കണ്ടന്റ് ഉണ്ടെന്ന് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയില്ല. 800 ഗ്രാം, ഇതിന് എത്ര 5 പൗണ്ട് കണ്ട്. എൻ്റെ ബോസിന് കൊടുക്കണം ഈ സാധനം. അതൊന്നും വായിക്കാൻ വേണ്ടി പോയിട്ടില്ല. എന്തായാലും കേട്ടോ. പിന്നെ ഈ 2 എടുത്തു. പറഞ്ഞ ഇതും മധുരമുള്ള. എനിക്കിനി 2-3 വൈനും കൂടെ എടുക്കണം. ഇവിടെ ഏതായാലും ഇനി ഞാൻ മടുത്ത് നോക്കി ഏതായാലും 3.5 പൗണ്ട് 5 പൗണ്ട് ഈ ഒരു റേഞ്ചിൽ ഏതായാലും സാധനങ്ങൾ കാണിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ തന്നെ അങ്ങ് എടുത്തിട്ട് ഷോപ്പിംഗ് തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനി ഇങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കേ നമുക്ക് എങ്ങും ഇങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടി പോകുന്നില്ല. പക്ഷേ ഞാൻ ഓർത്ത് ഇനി ഇവിടുന്ന് തന്നെ എന്തെങ്കിലും ഒക്കെ എടുത്ത് ഫൈനൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഏതായാലും അത്യാവശ്യം എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്ക്. പിന്നെ എത്രയായിരുന്നു ഇവിടെ? 3.94. ഇതൊരു മധുരമുള്ള സാധനമാണ്. ഏതായാലും ഇവിടുന്ന് 2-3 എടുത്തിട്ടേ നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഇപ്പം തന്നെ 10:30 മണിയായി. 8:30 എങ്ങാണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് സാധനം എടുത്തിട്ട് നമുക്ക് ബില്ലടിക്കണം. ഓക്കെ. അങ്ങനെ 50+ പൗണ്ടിന് നമ്മൾ ഏതായാലും ഷോപ്പിംഗ് ചെയ്തു. പക്ഷെ 50 പൗണ്ടിൽ നിന്നല്ലോ വൈനും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട്. ഇത് വൈനൊക്കെ വെച്ചേക്കുന്ന ആ ഒരു അലൈൻമെൻറ്റ് കണ്ടില്ലേ, ഒരെണ്ണം പോലും കൂട്ടിമുട്ടത്തില്ല. അതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി. നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിലും നമ്മൾ വൈനും മദ്യവും നമ്മൾ രക്ഷിക്കും. അതാണ് നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകത. പക്ഷേ ഏതായാലും നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമുക്കിനി ഏതായാലും വിട്ടേക്കാം. ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഏതായാലും ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങളും അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോ തരുന്നതായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ഇനി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ആയിപ്പോവും. ഇനി ഒന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോയിട്ട് അടുത്ത് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഏതായാലും പറയുന്നതായിരിക്കും. സോ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. സീ യു ഗൈസ്.